ഗൈസ്, നമ്മൾ ഇന്ന് പാവയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, തൈര്, ഗ്രീൻ ചില്ലി, അത് ആവശ്യമെങ്കിൽ മതിയാകും, പിന്നെ കോക്കനട്ട്, തേങ്ങ, പാവയ്ക്ക, ആദ്യം നമ്മളൊരു ഫ്രൈ പാനിലെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ പാവയ്ക്ക അരിഞ്ഞത് ഇടുക. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു നല്ല ബ്രൗൺ കളറാവുന്ന വരെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഫ്രൈ ഫുള്ളായിട്ട് നല്ലതായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് തന്നെ വേണമെങ്കിൽ മസ്റ്റാർഡ് സീഡ്സ് ഇടാം. എന്നിട്ട് അതിലേക്ക് കറി ലീവ്സ് ഇട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കോക്കനട്ട് മിക്സിയിൽ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കട്ടിക്കൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. അത് അതിലേക്ക് നമ്മുടെ ഫ്രൈ പാനിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം നമ്മുടെ പാവയ്ക്ക ഫ്രൈ ചെയ്ത് ഒഴിക്കുക. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3-4 ടീസ്പൂണ് തൈര് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാവയ്ക്ക കിച്ചടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. Thank you for watching guys. Please do subscribe and like.